സുഭാഷ് ബീച്ചിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ സുധി ചോദിക്കും, ഇതെന്താ ബാഗിലൊക്കെ? സുഭാഷ് പറയും, ഇതൊരു ബെഡ്ഷീറ്റാ. അതെന്തിനാ? പിന്നെ നിധി മണലിരിക്കുമോ? ഓ അങ്ങനെ. നിധി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അച്ഛനെ കൂടി വിളിച്ചാലോ? സുധീഷ് പറയേ, വേണ്ട വേണ്ട. സുഭാഷ് ചോദിക്കും, അത് വേണോ മോളെ? അച്ഛനവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. നികേഷ് പറയും, എന്തെങ്കിലും വള്ളി പിടിക്കാനാണെങ്കിൽ അച്ഛനെയും കൊണ്ടുപോയാൽ മതി. ഒരു സന്തോഷത്തിനാണെങ്കിൽ പുള്ളിയെ കൊണ്ടുപോകാത്തതാണ് നല്ലത്. നിധി പറയും, എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. അച്ഛൻ വരികയാണെങ്കിൽ വന്നോട്ടെ, ഇല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. നിധി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ബീച്ചിൽ പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, ഈ വീട്ടിൽ എന്നോട് ആദ്യമായിട്ട് ഒരാൾ ഒരു യാത്രയ്ക്ക് പോരുന്നോയെന്ന് ചോദിക്കുന്നത്. മോള് ചോദിച്ചല്ലേ, ഞാൻ എന്തായാലും വരും. അതും പറഞ്ഞ് അച്ഛനകത്തേക്ക് ഡ്രസ്സ് മാറാൻ പോവാണ്. നികേഷ് പറയും, കാവടി തുള്ളിയാണല്ലോ പോകുന്നത്. ഹരീഷിൻ്റെ കൂടെ ഉള്ളവർ ചായ കുടിക്കാൻ പോകാൻ നിൽക്കുക. അവർ പറയും, ഹരീഷേട്ടനോട് ചോദിക്കണ്ട, ചൂടാവും. അവർ പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ നീതു അങ്ങോട്ട് വരും. നീതു അവിടെ വന്നിരുന്നിട്ടും ഹരീഷ് മൈൻഡൊന്നും ചെയ്യില്ല. നീതു ചോദിക്കും, ഞാൻ വന്നത് കണ്ടില്ലേ, പിന്നെന്താ എന്നെ ഒന്ന് മൈൻഡ് ചെയ്താൽ? ഹരീഷ് ചോദിക്കും, വീടിന് കച്ചറ ഉണ്ടാക്കാനാണോ വന്നത്? നീതു പറയും, നീ കാരണം എനിക്ക് എത്ര അടി കിട്ടിയെന്നറിയോ? ഞാൻ കാരണമോ? നിൻ്റെ ഏട്ടനല്ലേ എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നത്. സുഭാഷ് ഏട്ടൻ ചിലപ്പോൾ മിണ്ടാതിരിക്കുകയായിരിക്കും, പക്ഷേ ഞങ്ങളാരും അങ്ങനെയല്ല. നിങ്ങളൊക്കെ എന്താ വലിയ കാശുകാരാണോ? ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ടെന്ന് വെക്കാം. നിൻ്റെ വീട്ടുകാരെ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? നീതു പറയും, അവർക്ക് വീടൊന്നുമല്ല പ്രശ്നം, നിങ്ങളെപ്പറ്റി നാട്ടുകാർ പറയുന്നതാ പ്രശ്നം. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ല. ഹരീഷ് പറയും, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടുകാരെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയില്ല. എനിക്ക് എല്ലാത്തിനും വലുത് അവരാണ്. നീതു ചോദിക്കും, ഞാൻ നിനക്കൊരു പ്രശ്നമല്ല അല്ലേ? ഹരീഷ് പറയും, നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നത്, അല്ലാതെ നിൻ്റെ പിറകെ ഞാൻ വന്നിട്ടില്ലല്ലോ. നീതു പിന്നെയും പറയും, നീ കാരണമാണ് എനിക്ക് ഇത്ര അടിയുണ്ടത്. ഹരീഷ് പറയും, എങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പോയി തിരിച്ചടിക്കാം, വാ. നീതു പറയും, നിന്നോട് ഇത് പറയാമെന്നാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഹരീഷിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഹരീഷ് പറയും, നീ ഇവിടുന്ന് പോകാൻ നോക്ക്, ഇറങ്ങി പോടി. എന്താ വിളിച്ച് പോടിയെന്നില്ലേ? അതും പറഞ്ഞ് നീതു അവിടുന്ന് പോവാണ്. അവരെല്ലാവരും ബീച്ചിലെ ബെഡ്ഷീറ്റും വിരിച്ച് അവിടെ ഇരിക്കുകയാണ്. അച്ഛൻ പറയും, നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ അപ്പുറത്ത് കാണുമെന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവും. നിധി പറയും, സുഭാഷ് ഏട്ടാ, ഞാനൊന്ന് കടലിലോട്ട് ഇറങ്ങിക്കോട്ടെ. സുഭാഷ് പറയും, കുറേ ദൂരെയൊന്നും പോകണ്ട, മോളെ ഇറങ്ങിക്കോ. സുധീഷേ, നീ കൂടെ ചെല്ലടാ. നികേഷ് പറയും, ഞാനും ഉണ്ട്. അവർ 3 പേരും കൂടി കടലിൽ പോയി കളിക്കുകയാണ്. അവർ തിരിച്ചു വന്ന് സുഭാഷിനെയും കൂട്ടും. നിധി സുധിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ സുധിക്ക് വലിയ സന്തോഷമാവും. സുഭാഷ് നികേഷിനോട് പറയും, എടാ നമുക്ക് കുറച്ചു നേരം മാറി നിന്നാലോ? അവർ രണ്ടുപേരും കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കട്ടെ. സുഭാഷ് പറയും, ഞാൻ നികേഷ് ഇപ്പോൾ വരാം, നിങ്ങളിവിടെ നിൽക്ക്. നിധിക്ക് എങ്ങോട്ട് പോവുക? നികേഷിന് തണ്ണിമത്തൻ്റെ ജ്യൂസ് വേണമെന്ന്. അവർ പോകുമ്പോൾ സുധീഷ് പറയും, സുഭാഷ് ഏട്ടാ, എനിക്ക് ഒരെണ്ണം വേണം. എനിക്ക് വേണ്ടി മാറി നിൽക്കുക കള്ളന്മാർ. നിധിയോട് സുധി പറയും, നമുക്ക് കുറച്ചു നേരം നടന്നാലോ? സുഭാഷും നികേഷും കൂടെ നടന്നു പോകുന്ന സമയത്ത് അച്ഛൻ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് കാണും. അച്ഛനോട് പറയും, ആരും കാണാത്ത ഏതെങ്കിലും ഭാഗത്ത് വീട് വലിച്ചൂടെ? അച്ഛൻ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യില്ല. സുധി നിധിയും ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരും. അച്ഛൻ പറയും, മോളെ, കടലിറങ്ങുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല, കാല് കുറച്ച് അകത്തി നിൽക്കണം, ഇല്ലെങ്കിലേ തിര വരുമ്പോൾ നമ്മുടെ ബാലൻസ് പോയിട്ട് നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. അച്ഛൻ പോയ ഓരോ ബീച്ചിനെയൊക്കെ പറ്റി ഓരോ തമാശകളൊക്കെ പറയാണ്. സുധീഷിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടാവുന്നില്ല. സുഭാഷ് കാണുമ്പോൾ വേഗം വന്നിട്ട് അച്ഛനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് പറയും, അച്ഛാ, അവർ രണ്ടുപേരും ഒന്ന് തനിച്ചിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്, അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. അച്ഛൻ പറയും, വീട്ടിലുണ്ടായിട്ട് പോലും സംസാരിക്കാത്തരാ, എന്നിട്ടാണ് ഇവിടെ ബീച്ച് വന്ന് സംസാരിക്കാൻ പോകുന്നത്. അതും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോകും. കുറച്ച് നടന്നു കഴിയുമ്പോൾ സുധി നിധിയോട് പറയും, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നാലോ? നിധി പറയും, നമ്മൾ കുറേ ദൂരം പോകുന്നില്ലേ, ഇനി തിരിച്ചു പോകണ്ടേ? സുധി പറയും, നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോകാം. അവരങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുകയാണ്. സുധി ഫോണെടുത്ത് കളിക്കുമ്പോൾ അവരുടെ ഇൻ്റർവ്യൂയുടെ വീഡിയോ കാണും. നിധി, നമ്മുടെ ഇൻ്റർവ്യൂയുടെ വീഡിയോ വ്യൂവേഴ്സ് 1 മില്യൺ കഴിഞ്ഞു. സുധി അതിലെ കമൻറ്റ് വായിക്കും, ബെസ്റ്റ് കപ്പിൾ, സുധീഷ് സൂപ്പർ, അങ്ങനെ ഓരോന്ന്. ഇത് കേൾക്കുമ്പോൾ നിധി ചിരിക്കും. സുധിക്ക് എന്താ ചിരിക്കുന്നത്? നിധി പറയും, അവർക്കൊന്നും അറിയില്ലല്ലോ നമ്മുടെ യഥാർത്ഥ കാര്യം. അച്ഛനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുകയാണ്. വീട്ടിലോ പട്ടിയുടെ വില, ഇവിടെ വന്നിട്ടും അതാ അവസ്ഥ. ആ സമയത്ത് ഒരാൾ അച്ഛൻ്റെ അടുത്തേക്ക് വരും. സാറ് ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് ചോദിക്കുക, എൻ്റെ അടുത്ത് മദ്യമുണ്ട്, വേണോ? അച്ഛൻ റേറ്റ് എത്രയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, 200 രൂപ. അച്ഛനത് വാങ്ങിക്കും. അച്ഛനത് കുടിക്കാൻ നോക്കുമ്പോൾ 2 പോലീസുകാർ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്.